വിശുദ്ധമോ അതുല്യമോ ആയ ഉദ്ദേശങ്ങൾക്കായി എന്തെങ്കിലും വേർതിരിക്കുന്ന ഒരു മനഃപൂർവമായ പ്രവർത്തനത്തെയാണ് വേർപാട് എന്ന ആശയം കൊണ്ട് പലപ്പോഴും സൂചിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ അതിൻ്റെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെ നമുക്ക് ഇത് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിപ്പിനോടനുബന്ധിച്ച് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു എന്ന് തുടങ്ങി. വെളിപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായം 4-5 വാക്യങ്ങളിലും തുടർന്നും പുനരുത്ഥാനത്തോടും ന്യായവിധിയോടുമുള്ള ബന്ധത്തിലും നമുക്ക് വേർപാട് എന്ന ആശയം ഗ്രഹിക്കുവാൻ കഴിയും. ഈ ലോക ജീവിതത്തിൽ പ്രകൃത്യ ജനനം കൊണ്ട് പാപത്തിൻ്റെ പരിണിതഫലമായ മരണത്തിന് വിധിക്കപ്പെട്ട ഏതൊരു മനുഷ്യാത്മാവിനും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണ നിമിത്തം ലഭ്യമാകുന്ന വീണ്ടെടുപ്പ് മരണത്തിൽ നിന്നും ജീവങ്കലേക്കുള്ള പ്രവേശനമാണ്. അഥവാ ഇരുട്ടിൻ്റെ അധീനതയിൽ നിന്നും വെളിച്ചത്തിങ്കലേക്കുള്ള ആഗമനമാണ്. ഇരുട്ടിനും വെളിച്ചത്തിനും ഒരുപോലെ ആയിരിക്കാൻ കഴിയുകയില്ല എന്ന വസ്തുത നിലനിൽക്കെ രണ്ടും ഒരുമിച്ചും ഒരേപോലെ നിൽക്കുന്നു എന്ന് എങ്ങനെ വാദിപ്പാനായിട്ട് കഴിയും? ഒന്നുകിൽ നാശത്തിനായി ഇരുട്ടിൻ തുടരുക, അല്ലെങ്കിൽ ജീവനായി വെളിച്ചത്തിൽ തുടരുക. ഒന്നുകിൽ ഉഷ്ണവാൻ അല്ലെങ്കിൽ ശീതവാൻ. ഒരേ ഉറവിൽ നിന്ന് തന്നെ കയ്പും മധുരവും പുറപ്പെടുകയില്ലല്ലോ. മക്കൾക്ക് അവകാശപ്പെട്ട വാഗ്ദത്ത ഭവനത്തിൽ വാഗ്ദത്ത സന്തതിക്കും ദാസ്യസന്തതിക്കും ഒരുമിച്ച് പാർക്കുവാൻ കഴിയുകയും ഇല്ലല്ലോ. വേദപുസ്തകം നിർമ്മല മനസ്സാക്ഷിയോടെ പഠിക്കുന്ന ഒരു പഠിതാവിന് വേദപുസ്തകം വെളിപ്പെടുത്തുന്ന വേർപാട് എന്ന വിഷയം യാതൊരു വ്യാഖ്യാനശാസ്ത്രവും കൂടാതെ തന്നെ ഗ്രഹിപ്പാൻ കഴിയുന്നതാണ്. അത് വിവിധ നിലകളിൽ നമുക്ക് ഗോചരമാകുന്നുണ്ട്. നിഴൽ പൊരുൾ തിരിച്ചും അല്ലാതെയും അതിനെ മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ദുഷ്ടനും നീതിമാനും, ദൈവവും സാത്താനും, ഇരുളും വെളിച്ചവും, മരണവും ജീവനും, കയ്പും മധുരവും, സുഗന്ധവും ദുർഗന്ധവും, അശുദ്ധിയും വിശുദ്ധിയും, രക്ഷയും ശിക്ഷയും, ദൈവാരാധനയും വിഗ്രഹാരാധനയും തുടങ്ങി നാം സ്വീകരിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമായ എത്രയെത്ര കാര്യങ്ങൾ. ഇസ്രായേൽ ജനത്തിന് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രം, ഭക്ഷിക്കുന്ന ഭക്ഷണം, വിതയ്ക്കുന്ന വിത്ത്, അവരുടെ വിവാഹ ബന്ധങ്ങൾ, ആരാധനക്രമങ്ങൾ, അവരുടെ ധാർമ്മിക തലങ്ങൾ തുടങ്ങി അവർ വേർപെട്ടവർ ആയിരിക്കണം എന്ന കൽപ്പന നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഈ ലോകത്തിന് അനുരൂപപ്പെടരുത് എന്നും 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട അഥവാ വീണ്ടും ജനനാനുഭവം പ്രാപിച്ച ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിക്കും കാലമൊക്കെയും പാപത്തോടും ലോകത്തോടും ദുരുപദേശങ്ങളോടും വേർപെട്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് തന്നെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ഒരുവൻ്റെ നഖം മുതൽ മുടി വരെ എന്ന് പറയുന്നത് പോലെ തൻ്റെ ആരാധന, ഭക്ഷണം, വസ്ത്രധാരണം, വിവാഹ ജീവിതം, ഔദ്യോഗിക കൃത്യനിർവഹണം തുടങ്ങി മരണം വരെയുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു എന്ന് പറയുമ്പോൾ 1-ാം സങ്കീർത്തനത്തിൽ ഒരു ദൈവപൈതൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എന്ന് കാണുവാൻ നമുക്ക് കഴിയും. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇതാ തനിച്ച് പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ലല്ലോ. മലാഖി പുസ്തകം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും എന്നും ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യത്തിൽ ധനവാന്റെയും ലാസറിൻ്റെയും കഥയിൽ ഇരുവരുമായിരിക്കുന്ന ഇടങ്ങൾക്ക് നടുവെ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു എന്നും മത്തായി 25-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടുകയും അവനവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിച്ച് നിർത്തുമെന്നും
പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനവും ദുഷ്ടന്മാരുടെ പുനരുത്ഥാനവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുമുള്ള വസ്തുത വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. പഴയ നിയമത്തിൽ അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ പറഞ്ഞതിന് വ്യക്തത ഉണ്ടാകും വിധം പുതിയ നിയമ വിശ്വാസിയോടുള്ള ബന്ധത്തിൽ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്നും ദൈവം അരുളി ചെയ്യുന്നതും പകൽ പോലെ വ്യക്തമായിരിക്കെ ഇനി ഈ വിഷയത്തിൽ എന്താണ് ഇത്ര സംശയം? ഒരു വ്യക്തിയുടെ ആത്മീയ ജനനം മുതൽ താൻ ഈ ലോകത്തിൽ നിന്നും മരണം വഴിയായി ശരീരത്തിൽ നിന്നും വേർപെടുന്നത് വരെ വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കും വിധം വേർപെട്ട് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ പുനരുത്ഥാനത്തിലും തുടർന്നുള്ള ജീവിതത്തിലും തനിക്ക് ആ സ്ഥാനം നിലനിർത്തുവാനായി കഴിയുകയുള്ളൂ.